നമ്മുടെ എൻ്റെ ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇന്നേ വരെ ആരും കാണാത്ത തരത്തിലുള്ള ഒരു 40 വർഷത്തിന് ശേഷം ഒരു സ്റ്റോക്ക് ബ്രേക്കൗട്ട് ആകാൻ പോകുന്നു. ആ ഒരു സ്റ്റോക്ക് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. മൈ നെയിം ഈസ് ഹരികൃഷ്ണ. ഐ എം എ ക്രിപ്റ്റോ ഫോറസ്റ്റ് ട്രേഡർ. വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എ വീക്ക്ലി അനാലിസിസ്. ബിറ്റ്കോയിൻ്റെ 4 hour ടൈം ഫ്രെയിമിലെ ചാർട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മേജറായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. ആൻഡ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് പ്രൈസ് നമുക്കൊരു ലോവർ ലോയും ആൻഡ് നമ്മുടെ ഇൻഡിക്കേറ്റർ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഹയർ ഹൈയും കാണാൻ പറ്റും. ഇത് നമ്മുടെ സെല്ലേഴ്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു, ഇനി ബയ്യേഴ്സാണ് ആക്റ്റീവ് ആവാൻ പോകുന്നത് എന്നുള്ള ഇൻഡിക്കേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അതിൻ്റെ കറൻ്റ്ലി നോക്കി പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നെക്സ്റ്റ് ടാർഗറ്റിലോട്ടാണ് പ്രൈസ് വന്നേക്കുന്നത്. ആൻഡ് അതിൻ്റെ മുകളിലാണ് കറൻ്റ്ലി പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് മൂവ്മെൻ്റാണ് നെക്സ്റ്റ് വീക്കിലോട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ മേജറായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. നെക്സ്റ്റ് ഓൾ ടൈം ഹൈ നമുക്ക് അടിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയിലാണ്. ഇനി അവിടെ നമുക്ക് ചിലപ്പോൾ ഒരു സെല്ലിങ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, അഥവാ അത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ വളരെ വലിയൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് മേജറായിട്ട് നോക്കി വെക്കേണ്ട ലെവൽസ് എന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ പ്രൈസ് നമ്മുടെ നേരത്തെ ഇത്രയും നാളും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഏരിയ പ്രൈസ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഏരിയ. ആൻഡ് ഇത് നമുക്ക് നെക്സ്റ്റ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഏരിയ വരെയല്ലേ. അപ്പോൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഈ ഒരു ഏരിയ ആണ്. അതിൻ്റെ പ്രൈസ് ഇവിടെ ഓൾമോസ്റ്റ് 2 തവണയോളം നല്ല രീതിയിൽ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. നോക്കുവാണെങ്കിൽ 1,24,450 മുതൽ 1,23,237 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയാണ് നമ്മുടെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഏരിയ. അതിലിപ്പോൾ കറൻ്റ്ലി പ്രൈസ് നിൽക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ടാപ്പ് ചെയ്തു. ആൻഡ് ഇത് നമുക്ക് അവിടെ നിന്ന് മേ ബി സെല്ലിങ് വരാം. ആൻഡ് ഇനി സെല്ലിങ് ഇവിടുന്ന് വരുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങോട്ടായിരിക്കും? നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയിലോട്ടല്ലേ. അത് നോക്കുവാണെങ്കിൽ 1,17,530 മുതൽ 1,16,773 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലോ ആണ് നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ട് ഏരിയ. ആൻഡ് ഇങ്ങോട്ടായിരിക്കും നമുക്ക് നെക്സ്റ്റ് മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നത്. അതല്ല പ്രൈസ് ഇനി ഈ ഒരു നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിലോ നമുക്ക് വീണ്ടും ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽസ്. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞൊരു പാറ്റേൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊരു ഡബിൾ ടോപ്പ് പാറ്റേൺ ആണ്. ഒരു ഡൗൺ സൈഡിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിനെ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് അപ്പ് സൈഡിലോട്ട് പോകാൻ ചാൻസ് കാണിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഡബിൾ ടോപ്പ് പാറ്റേണിൻ്റെ റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യുന്ന ഈ ഒരു ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പ്രൈസ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് ഇപ്പോൾ പ്രൈസ് കറണ്ട് നിൽക്കുന്ന കുറച്ച് അപ്പ് സൈഡിലാണ്. ആൻഡ് ഈ ഒരു പാറ്റേൺ ബേസ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റുന്ന ടാർഗറ്റ് എവിടം വരെയാണ്? ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഏരിയ മുതൽ നമ്മുടെ ആ ഒരു നെക്ക് ലൈൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ വരെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് വെക്കാൻ പറ്റുന്നത്. അത് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഈ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,28,338 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലോട്ടാണ് ഈ ഒരു പാറ്റേൺ ബേസ് ചെയ്ത് നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് ഇങ്ങോട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മുടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് വാച്ച് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത വീക്കിലോട്ടുള്ള ഗോൾഡിൻ്റെ മേജറായിട്ടുള്ള ലെവൽസ് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടില്ല, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കണ്ടുതരാം. ഓക്കെ, ഞാനിവിടെ ഗോൾഡിൻ്റെ ഒരു 4 hour ടൈം ഫ്രെയിമിലെ ചാർട്ട് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞ ഒരു മേജറായിട്ടുള്ള ഏരിയ ആയിരുന്നു 4 hour ടൈം ഫ്രെയിമിലെ റെസിസ്റ്റൻസ് ആയിട്ട് ടാപ്പ് ചെയ്യുന്ന ഈ ഒരു ഏരിയ. അതിൻ്റെ പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതല്ല ഇവിടുന്ന് പ്രൈസ് റിജക്ഷൻ കിട്ടി താഴോട്ട് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയ വരെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് എന്നായിരുന്നു പറഞ്ഞത്. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി നോക്കിയ പ്രൈസ് നിൽക്കുന്നത് നമ്മൾ റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യുന്ന ഈ ഒരു ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്തു. ആൻഡ് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് ഇവിടെ എടുത്ത് അപ്പ് സൈഡോട്ടൊരു നല്ല മൊമെൻറ്റം തന്നു. ഇത് ആരെങ്കിലും ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിലോട്ട് ഗോൾഡിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒരു പ്രൈസ് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അത് നമുക്കൊരു നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതല്ല പ്രൈസ് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അത് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി. ആൻഡ് ഇന്ന് നോക്കിയേ, ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇത്രയും നാളും നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. ആൻഡ് ഇനി ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യില്ലേ.
അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ പ്രൈസ് ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്ന് റിജക്ഷൻ കിട്ടി താഴോട്ട് വരുവാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് ആക്കിയിരുന്ന ഈ ഒരു ഏരിയ വരെയല്ലേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പ്രൈസ് റിജക്ഷൻ കിട്ടുവാണെങ്കിൽ ഇവിടം വരെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ 3791 മുതൽ 3782 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിലോട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. അതല്ല പ്രൈസ് ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്ന് അപ്സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്മോൾ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആക്ട് ചെയ്യുന്ന ഈ ഒരു ഓൾ ടൈം ഹൈ ആയിരിക്കും നമുക്ക് റെസിസ്റ്റൻസ്. ആൻഡ് ഇവിടുന്ന് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ ഓൾ ടൈം ഹൈസ് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഗോൾഡിൽ നമുക്ക് മേജറായിട്ട് കാണാൻ പറ്റുന്ന 2 സപ്പോർട്ടും റെസിസ്റ്റൻസ് ഏരിയാസും. ഓക്കെ, അതുപോലെ തന്നെ ഗോൾഡിൽ നമുക്ക് നോക്കുവാണെങ്കിൽ മേജറായിട്ട് ആക്ട് ചെയ്യുന്ന വളരെ നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈൻ ഏരിയ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 1, 2, 3 ഒരു 3 തവണയോളം വളരെ നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രെൻഡ് ലൈൻ ഏരിയ ആണ് ഈ ഒരു ഏരിയ. ഓക്കെ, ആൻഡ് ഈ ഒരു സപ്പോർട്ട് ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇത് നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഇനി നമുക്ക് പ്രൈസ് ഇവിടെ ബ്രേക്ക് ചെയ്യോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കിക്കണ്ടേ. ഇവിടുന്ന് നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുവാണെങ്കിൽ വളരെ നല്ലൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇത്രയാണ് ഗോൾഡിലും ബിറ്റ് ഗോൾഡിലും നമുക്ക് പറയാനുള്ള മേജറായിട്ടുള്ള ലെവൽസ്. ഓക്കെ, ആ ഒരു 40 വർഷത്തെ ഹൈ അല്ലെങ്കിൽ ആ ഒരു 40 വർഷത്തെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ഒരു മേജറായിട്ടുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി ഏതാണെന്ന് നോക്കുവാണെങ്കിൽ അത് നമ്മുടെ സിൽവർ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ആൻഡ് നമ്മൾ 1980 നോക്കുവാണെങ്കിൽ പ്രൈസ് കമ്മോഡിറ്റിയിൽ 1980 നമുക്ക് ഇവിടെ ഒരു സിൽവർ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം 2011 പ്രൈസ് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു ഹൈ ബ്രേക്ക് ചെയ്യാതെ ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് പ്രൈസ് ഡൗൺ സൈഡിലോട്ടാണ് പോയിട്ടുള്ളത്. ആൻഡ് ഇപ്പം കറൻലി നോക്കുവാണെങ്കിൽ 2025 ഇന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു 2 തവണ റിജക്റ്റ് ചെയ്ത ഒരു ഏരിയ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയയിലാണ് ഇപ്പം കറൻലി പ്രൈസ് നിൽക്കുന്നത്. ആൻഡ് ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യോ ഇല്ലയോ എന്നാണ്. ആൻഡ് ഇനി നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം നോക്കുവാണെങ്കിൽ സിൽവർ എന്ന് പറഞ്ഞ ഒരു കമ്മോഡിറ്റിയുടെ യൂസ് കേസസും കാര്യങ്ങളും നമുക്ക് വളരെയധികം കൂടുതലാണ്. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ആയാലും നമ്മുടെ ഈ സോളാർ പാനൽസ് ആയാലും നോക്കുവാണെങ്കിൽ വളരെയധികം യൂസ് കേസസ് ആണ് ഓരോ ദിവസം ഇതിനുള്ളത്. കാരണം നമ്മുടെ ഇപ്പോൾ ഉള്ള കാറുകളെല്ലാം ഇലക്ട്രിക്കാണ്, ബാറ്ററി കൊണ്ട് ഓടുന്നത്. അപ്പോൾ ആ ഒരു ഇലക്ട്രിക് ബാറ്ററീസിലും ഒരു സിൽവർ എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഈ സിൽവറിൻ്റെ ആ ഒരു യൂസ് കേസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ സോളാർ പാനൽ നോക്കുവാണെങ്കിൽ ഓരോ സെൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സിൽവറിൻ്റെ അത്യാവശ്യം വളരെയധികമാണ്. അതിൻ്റെ സ്മാർട്ട് ഫോൺസിൻ്റെ ലാപ്ടോപ്സ് ടാബ്ലറ്റ് ഇതൊക്കെ നമ്മുടെ ഒരു സിൽവറിൻ്റെ യൂസ് കേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ആണെങ്കിൽ നമ്മുടെ ഓരോ മെഡിക്കൽ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിൽവറിൻ്റെ യൂസ് കേസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്യൂച്ചറിലോട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു സിൽവർ എന്ന് പറഞ്ഞ ഒരു കമ്മോഡിറ്റിയുടെ വില കൂടാനാണ് ഹൈ ചാൻസ്. അപ്പോൾ പ്രൈസ് നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു $50 മുകളിൽ പ്രൈസ് ഒന്ന് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെയധികം ചാൻസ് ആണ് അപ്സൈഡിലോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് $50 മുകളിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്റ്റോക്കാണ് ഈ ഒരു സിൽവർ എന്ന് പറയുന്നത്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് കാര്യങ്ങളും അല്ല, നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള റിസർച്ച് നടത്തിയതിന് ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഒരു ലോങ് ടൈമിലോട്ട് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലോട്ട് ഇതിൻ്റെ മേജറായിട്ടൊരു അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. ഓക്കെ, നോക്കുവാണെങ്കിൽ ഇത് നമുക്കൊരു കപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഫോർമേഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കപ്പിൻ്റെ ഒരു ചായ കുടിക്കുന്ന ആ ഒരു ഫോർമേഷനിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇത് നമുക്ക് ആ ഒരു കപ്പിൻ്റെ ആ ഒരു ഹാൻഡിൽ അല്ലെങ്കിൽ പിടിക്കുന്ന ആ ഒരു ഫോർമേഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു മേജറായിട്ടുള്ള ഒരു പാറ്റേൺ, കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്കി ഈ ഒരു ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ലോങ് ടേമിൽ ടാർഗറ്റായിട്ട് വെക്കാൻ പറ്റുന്നത് ഇതിൻ്റെ നെക്ക് ലൈൻ മുതൽ ഇതിൻ്റെ ആ ഒരു കപ്പിൻ്റെ ആ ഒരു ലാസ്റ്റ് പോർഷൻ വരെയുള്ള ഒരു ഏരിയ ആണ് നമുക്ക് വെക്കാൻ പറ്റുന്നത്. അത് നമുക്ക് ഇവിടെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് വരുന്നത് ഓൾമോസ്റ്റ് ഓക്കെ $95 മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു സിൽവർ എന്ന് പറഞ്ഞ കമ്മോഡിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം ഏതിലാണേലും ഇൻവെസ്റ്റ് ചെയ്യുക.
ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഒക്ടോബർ 8 11:30 PM USDയിൽ ഒരു ഫോർമേറ്റ് മീറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്. അതായത് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഡിഫറൻസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ടെനറ്റേറ്റീവ് ആൻഡ് ടെനറ്റേറ്റീവ് നമുക്ക് കാണാൻ പറ്റും. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ന്യൂസ് ആ ഒരു ദിവസം എപ്പോൾ വേണമെങ്കിലും വരാം അല്ലെങ്കിൽ വരാതിരിക്കാം. അതിനുള്ള ഒരു ചാൻസ് ആണ് ഈ ഒരു ടെനറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ US ഗവൺമെൻറ് ഇപ്പോൾ ഒരു ക്രൈസിസിലാണ് നിൽക്കുന്നത്. അവിടുത്തെ ഒരു ഗവൺമെൻറ് സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഗവൺമെൻറ് എംപ്ലോയീസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അത് കാരണമാണ് ഈ ന്യൂസ് എല്ലാം ഡിലേ ആവുന്നത്. അപ്പോൾ ആ ഒരു ന്യൂസ് ചിലപ്പോഴാണ് ഈ ഒരു ന്യൂസും കാര്യങ്ങളും വരുന്നത്. ചിലപ്പോൾ വരാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നോക്കുവാണെങ്കിൽ ഒരു വ്യാഴാഴ്ച നമുക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അന്ന് നമുക്ക് ആ ഒരു ന്യൂസും കാര്യങ്ങളും റിലീസ് ആയിട്ടുണ്ടായിരുന്നില്ല. അത്രയാണ് നമുക്ക് മേജറായിട്ടുള്ള ന്യൂസ്. തേഴ്സ്ഡേ 6 PM അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് ആൻഡ് ഫ്രൈഡേ 7:30 PM USDയിൽ 2 ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ടെനറ്റേറ്റീവാണ്. അതൊന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മേജറായിട്ടുള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ. സിൽവറിൻ്റെ കേസ് എടുത്താലും ഗോൾഡ്, ബിറ്റ്കോയിൻ ഇതെല്ലാം നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്തേക്കുക. മേജറായിട്ട് സിൽവർ $50 മുകളിൽ പോകുന്നുണ്ടോ ഇല്ലയോ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി കിട്ടുവാണെങ്കിൽ നമുക്ക് ലോങ് ടൈമിലോട്ടൊരു ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കോയിനാണ് സിൽവർ. ഒക്കെ നമ്മുടെ ഇന്നത്തെ ഗോൾഡിൻ്റെ ബിറ്റ്കോയിൻ്റെ മേജറായിട്ടുള്ള ലെവൽസ് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ നിന്ന് DM ചെയ്താൽ മതി. അടുത്തൊരു അടിപൊളി വീക്ക്ലി അനാലിസിസിൽ പിന്നെ കാണാം.